ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന CSEB ആസ്പിറൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് KCS റൂൾ അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭേദഗതി ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് നമ്മളെ വളരെയധികം ആശങ്കയിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു വേണ്ടിയുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യുകയാണ്. എന്താണെന്ന് ചുരുക്കി ഒന്ന് പറയാം. നമ്മുടെ ആനുപാതിക റേഷ്യോ എന്ന് പറയുന്നത്, അതായത് റൂൾ പ്രകാരം 1:4 എന്നുള്ള റേഷ്യോ ഇപ്പോൾ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളിലെല്ലാം 1:4 എന്ന് നിൽക്കുന്നതിനെ 1:2 ആക്കി മാറ്റി. എന്താണ് 1:4, എന്താണ് 1:2 എന്ന് ഞാൻ വേഗം പറയാം. അതായത് എക്സാം ബോർഡ് വഴി പരീക്ഷ എഴുതി നടത്തേണ്ട ഉദ്യോഗാർത്ഥികൾ 4 പേരാകുമ്പോൾ ഒരാൾക്ക് പ്യൂൺ തസ്തികയിൽ നിന്നും പ്രൊമോഷൻ കൊടുത്ത് ക്ലർക്കാക്കാം എന്നുള്ളതാണ് 1:4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 4 പേരെ CSEB വഴി എക്സാം നടത്തിയെടുക്കുമ്പോൾ ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കാം. അത് കുഴപ്പമില്ല, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. കാരണം നമ്മളെ പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ഇല്ലാത്തവരെന്നല്ല, നമ്മളെ പോലെ കഷ്ടപ്പെട്ട് CSEB എക്സാമിന് വേണ്ടി വർഷങ്ങളോളം ഉറക്കവുമില്ല ഊണുമില്ലാതെ പഠനത്തിനു വേണ്ടി സമയം ചെലവഴിച്ചിട്ട് എക്സാം ഒരു തവണ നോക്കി കിട്ടിയില്ല, 2 നോക്കി കിട്ടിയില്ല, ഒരുപാട് തവണ എക്സാം എഴുതി ട്രൈ ചെയ്ത് കയറുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അത്രയും പേര്, അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർ, അത്രയും കഷ്ടപ്പെട്ട് 4 പേര് കയറുമ്പോൾ ഒരു പ്യൂൺ തസ്തികയിൽ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് യോഗ്യത, ഒരു പ്യൂൺ തസ്തിക 7ാം ക്ലാസ് മുതൽ പ്യൂൺ തസ്തികയ്ക്ക് യോഗ്യതയുണ്ട്. അതിന് മുകളിലോട്ടുള്ള ഒരാൾ പ്യൂൺ തസ്തികയിൽ നിന്നുകൊണ്ട് JDC എങ്ങനെ ക്വാളിഫൈഡ്, അവിടെ നിന്നുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ നേടിക്കൊണ്ട് ആ ഒരു പ്രൊമോഷൻ കിട്ടി കയറുമ്പോൾ നമുക്കത്ര കണ്ട് അത് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമല്ല. എങ്കിലും 4 പേര് കയറുമ്പോൾ ഒരാൾ കയറിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ, കണ്ണടച്ച് വിടാം എന്ന് കൂട്ടിക്കോളൂ. പക്ഷെ അതിനെ മാറ്റിയിട്ട് 1:2 ആക്കുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം 2 പേരെ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ എക്സാം ബോർഡ് വഴി നിയമിക്കുമ്പോൾ ഒരാൾക്ക് പ്രൊമോഷൻ കൊടുത്താൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഇത് വേക്കൻസികൾ ക്രമാതീതമായിട്ട് കുറയാൻ സാധ്യതയുണ്ടെന്നല്ല, കുറയും. കാരണം 4 വേക്കൻസികൾ അല്ലെങ്കിൽ കൂടുതൽ എണ്ണം എടുത്താൽ 200 വേക്കൻസി വരുന്ന സ്ഥാനത്ത് ഇനി 100-150 വേക്കൻസികളായിട്ട് ചുരുങ്ങും. അതൊരു പോസിബിലിറ്റിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഇത് സ്ഥാപനത്തിന്റെ ബേസിലല്ല സംസാരിക്കുന്നത്. എക്സോഡസ് റൈസസ് എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. സ്ഥാപനത്തിന്റെ ബേസിൽ കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഇതിന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം തന്നെ അത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ സ്ഥാപനങ്ങളും, ഇന്ന സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും വലിയ സ്ഥാപനം മുതൽ ചെറിയ സ്ഥാപനം വരെ. അത് മാത്രമല്ല, കുട്ടികളുടെ ഭാഗത്തുനിന്ന് അഡ്മിൻ പാനലിലേക്ക് വന്നുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭയങ്കര അഭിനന്ദനാർഹമാണ് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തികളെല്ലാം. അതിനോടൊപ്പം നമ്മൾ നിൽക്കുന്നുള്ള ഉറപ്പാണ്. ഒരു കാര്യം ഞാൻ പറയാം, ആരൊക്കെ ഏതൊക്കെ നിയമം ഇവിടെ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും കുട്ടികളുടെ ഭാഗത്തുനിന്ന്, സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയാം, അതൊരിക്കലും എന്ത് ചെയ്യില്ല, വിലപ്പോവില്ല. കാരണം നമ്മളില്ലെങ്കിൽ പിന്നെ ഈ സർക്കാർ ഇല്ല, ശരിയല്ലേ? ഇത് ഒരു സർക്കാരിനെ ഇടതോ വലതോ അല്ലെങ്കിൽ ഒരു മുന്നണിയും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. ഇവിടെ സർക്കാരല്ല പ്രശ്നം, ഇവിടെ നമ്മുടെ നിലനിൽപ്പാണ് ആവശ്യം. നമ്മളില്ലെങ്കിൽ ഒരു സർക്കാരിനും ഒരു അതോറിറ്റിക്കും നിലനിൽപ്പില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. CSEBക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളും ഇതിനു വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്കിപ്പോ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? നമ്മളിപ്പോ ഇതിന്റെ ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് പെറ്റീഷൻ കൊടുക്കുക. ഒരു മാസ് പെറ്റീഷൻ ക്യാമ്പയിൻ ആണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അത് എല്ലാ സ്ഥാപനങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സോഡസ് മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങളും. അത് ഞാൻ പറഞ്ഞത് ക്ലാപ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും വളരെ ഊർജമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ പെറ്റീഷന്റെ അയക്കേണ്ട മേൽവിലാസങ്ങൾ 5 രീതിയിലാണ് അയക്കേണ്ടത്. അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പെറ്റീഷൻസ് നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ആർക്കെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ മാസ് പെറ്റീഷൻ എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മിനിസ്റ്റർക്ക് കൊടുക്കുന്നുണ്ട്, കോഓപ്പറേറ്റീവ് മിനിസ്റ്റർക്ക്, SU ചെയർമാന്, അതുപോലെ തന്നെ സെക്രട്ടറിക്ക്, RCSനാണ് നമ്മൾ പെറ്റീഷൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ മിനിസ്റ്ററെ നേരിട്ട് കാണുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ. അത് സാധ്യമായി കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ, എന്തെങ്കിലും നല്ല, ഞാൻ പറയുന്നത് നെഗറ്റീവ് ഇതിനകത്തില്ല, നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും. എടാ മക്കളെ, ഒന്നിച്ച് നിന്നാൽ നേടിയെടുക്കാൻ കഴിയാത്തതായ ഒരു കാര്യമില്ല, ശരിയല്ലേ? നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ, നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ 100% ഉറപ്പാണ് നമുക്ക് ഇത് വിജയിക്കാൻ കഴിയും, കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചത് വെറുതെ ആവില്ല. ഞാൻ ഒരൊറ്റ ഹോപ്പ് തരാം നിങ്ങൾക്ക്. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉറക്കം കളഞ്ഞു പഠിച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും മാറ്റി നിർത്തിയിട്ടും ഇതിനു വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ജോലിയിൽ കയറാനുള്ള അവകാശങ്ങൾ തടയാൻ ആരെയും നമ്മൾ അനുവദിക്കുന്നതല്ല.
അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങും. നമ്മൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി നിൽക്കും. ഒറ്റക്കെട്ടായിട്ട് മാസ് പെറ്റീഷൻ എല്ലാവരും ഇത് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുക. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്രമാത്രമാണ്. ആ പെറ്റീഷന്റെ കോപ്പി എടുക്കുക, നിങ്ങൾ അഡ്രസ്സ് വെക്കുക, കൃത്യമായ രീതിയിൽ എല്ലാവർക്കും എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 1:2 ആക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഇതിൽ നിന്നും പോവുകയാണ്. അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാറി നിൽക്കുന്നു, അല്ല സബ് സ്റ്റാഫ് പ്രൊമോഷനിലേക്ക് വരികയാണ്. അത് നമുക്ക് അവർ വരുന്നതുകൊണ്ടല്ല മക്കളെ, ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന നമ്മൾക്ക് ജോലിയില്ല എന്ന് പറയുന്നത് പറ്റില്ല, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാം പോലും 25%, അതായത് ടോട്ടൽ വേക്കൻസിയുടെ 25% കൂടുതൽ എടുക്കാൻ പാടില്ല. അതൊക്കെ എങ്ങനെയാണ് നിയമമാണെന്ന് എനിക്കറിയില്ല, ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്ന അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാം പോലും നടത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മളെ പോലുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് വരണം, നമുക്ക് ജോലി കിട്ടണം എന്നുള്ളത് ആവശ്യമാണ്. അത് ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന ഭരണഘടന അടിസ്ഥാനത്തിലാണ് നമ്മുടെ അവകാശമാണ്, നേടിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എന്ത് ചെയ്യാൻ അവകാശങ്ങളോ അല്ല ഞാൻ ഉന്നയിക്കുന്നത്, കുട്ടികളുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസിൽ ഒന്നുമല്ല കേട്ടോ, ഇത് നമ്മുടെ സ്ഥാപനം, നിങ്ങളുടെ സ്ഥാപനം, ആ സ്ഥാപനം, ഈ സ്ഥാപനം ചെയ്യട്ടെ, ഒന്നുമില്ല. ഇതിനകത്ത് എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ പെറ്റീഷൻ ചെയ്യുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ അറിയിക്കാം. അപ്പൊ എല്ലാവരും ഇതിനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. നമുക്കിത് നേടിയെടുത്തേ പറ്റൂ, നമ്മളുടെ അവകാശമാണ്, നമുക്ക് കിട്ടും കേട്ടോ. തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഏത് നിയമത്തെയും മക്കളെ, നമ്മൾക്ക് വേണ്ടിയാണ് നിയമം, നമുക്ക് വേണ്ടിയാണ് സർക്കാർ. സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി. ആരാണ് ജനങ്ങൾ? നീയും ഞാനും ഉൾപ്പെടുന്ന പൗരൻ. ആ നമ്മുടെ സമൂഹമാണ് അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത്, അല്ലാതെ നമ്മളെ അധികാരപ്പെടുത്തി ഒന്ന് അടിച്ചേൽപ്പിക്കുകയല്ല. നമ്മൾക്ക് വേണ്ടി നമ്മൾ പോരാടും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതിന് മുൻപോട്ട് വരിക. എല്ലാവരുടെ ഭാഗത്തു നിന്ന് എഫോർട്ട് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വിജയം നേടിയെടുക്കാൻ സാധിക്കും. നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കേണ്ട, മുന്നോട്ട് തന്നെ പോകാം കേട്ടോ. അപ്പോൾ മാസ് പെറ്റീഷൻ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെറ്റീഷൻ അയക്കേണ്ട 5 പെറ്റീഷൻസ് ഉണ്ട്. ആ പെറ്റീഷൻസും അവരുടെ അഡ്രസ്സുകളും തീർച്ചയായിട്ടും എത്തിക്കുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ആശംസിക്കുന്നു. വിജയം നമ്മുടെ മാത്രമാണ് എന്നോർക്കുക. എല്ലാവരും നിൽക്കുക, അപ്ഡേറ്റ്സുകൾ അറിയിക്കാം. താങ്ക്